ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്ക് മലാഖിയുടെ പ്രവചനത്തിൽ നിന്ന് ഇതിനു മുമ്പ് സംസാരിച്ച അന്ന് ആദ്യം വായിച്ച വാക്യം തന്നെ വായിച്ച് ആരംഭിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മലാഖിയുടെ പുസ്തകം പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ്. അതിൻ്റെ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരുടെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം അവരെ പ്രത്യേക ജനമാക്കി തീർത്ത് നാളിതുവരെ പരിപാലിച്ച് പരിപോഷിപ്പിച്ച് നടത്തുന്ന ദൈവം അവരോട് പറയുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വാചകമാണ് നാം ഇവിടെ വായിച്ചത്. യഹോവയായ ഞാൻ മാറാത്തവൻ. ഇന്ന് ഈ കാലഘട്ടത്തിൽ വന്നെത്തിയിരിക്കുന്ന നമുക്കും ഈ വാക്കുകൾ വളരെ ആശ്വാസവും ധൈര്യവും പകരുന്നതാണ്. നമ്മുടെ ദൈവം മാറാത്ത ദൈവമാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അതുകൊണ്ട് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നു. കലുഷിതമായിരിക്കുന്ന ഒരു ലോക സാഹചര്യത്തിലാണ് നാം എല്ലാവരും വന്നെത്തിയിരിക്കുന്നത്. ലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് ചിന്തിച്ച് ഭയന്ന് വിറച്ച് ലോകരാജ്യങ്ങളും ഉന്നതന്മാരും ഒക്കെ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ കർത്താവ് മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ്. എന്നാൽ എന്താണ് ലോകത്തിൻ്റെ മേൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി ഞാനും നിങ്ങളും വചനത്തിലൂടെ മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്ക് ആശങ്കപ്പെടുവാനായിട്ട് ആവശ്യമില്ല. എല്ലാം നമ്മുടെ കർത്താവ് അറിഞ്ഞ് കർത്താവിൻ്റെ ഘടികാരത്തിലെ സമയത്തിന് അനുസാരമായി കാര്യങ്ങളെ നീക്കുന്നു എന്നുള്ളത് എത്രയും വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ദൈവജനം ഭയപ്പെടുവാനായിട്ട് ആവശ്യമില്ല. നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം, ആ ദൈവത്തെ പിൻഗമിക്കാം. ആ ദൈവം മാറാത്ത ദൈവമാണ്. ഇവിടെ മലാഖിയിൽ നിന്ന് നാം കഴിഞ്ഞ സന്ദേശത്തിൽ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്ന കാര്യമെന്ന് പറയുന്നത്, ഈ മലാഖി പ്രവചനത്തിൽ അതാരംഭിക്കുന്നത് ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ അല്ലെങ്കിൽ യാക്കോബിൻ്റെ പുത്രന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് നാം കുറച്ച് ചിന്തിക്കുവാനായിട്ടിടയായി തീർന്നു. അവിടെ ഞാൻ ഇനിയും വിശദീകരിക്കുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് പോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ഒന്ന് പറയട്ടെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ പറയുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ പൊള്ളത്തരമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ ആരാ പറയുന്നത്? യഹോവയായ ദൈവം പറയുകയാണ്. എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അത് തിരിച്ചറിയാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു കൂട്ടം ആയിട്ട് ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദൻ അതപ്പതിച്ചിരിക്കുകയാണ്. അവർ ദൈവത്തോട് ചോദിക്കുക, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്നായിട്ടറിയാം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതല്ലേ. സ്നേഹിച്ചു, നമ്മൾ വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിൻ്റെ വസ്തുതകളൊക്കെ നാം ഓർക്കുകയായിരുന്നു. ആ വീണ്ടെടുപ്പുകാരനെ നാം ധ്യാനിക്കുകയായിരുന്നു. ദൈവസ്നേഹം എത്രമാത്രം പറഞ്ഞാലും തീരാതെ വണ്ണം അതത്ര ഉന്നതമാണ്. എന്നാൽ ആ ദൈവസ്നേഹത്തെ ചിലപ്പോഴൊക്കെ നമ്മളും എന്ത് ചെയ്യാറുണ്ട്? സംശയിക്കാറുണ്ട്. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കും എന്ന് ചിന്തിക്കുമ്പോൾ
മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു നിൽക്കുമ്പോൾ ഇനി എങ്ങനെ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നാം ഒക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട്, മനസ്സിൽ പലവട്ടം ഓർക്കാറുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനെ നാം ഒരിക്കലും ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവം ചിലപ്പോൾ നമ്മളെ ശിക്ഷിക്കുമ്പോഴായിരിക്കും ആ സ്നേഹം വെളിപ്പെടുന്നത്. ചിലപ്പോൾ ചില അനുഗ്രഹങ്ങൾ തരുമ്പോൾ നാം ദൈവസ്നേഹത്തെ അറിയുന്നു. അപ്പോൾ ദൈവം എങ്ങനെ നമ്മളോട് ഇടപെട്ടാലും അതൊക്കെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നാം തിരിച്ചറിയണം. കാരണം തൻ്റെ ചങ്കിലെ ചോര തന്ന് വീണ്ടെടുത്ത ദൈവത്തിന് നമ്മെ സ്നേഹിക്കാതിരിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ആ ദൈവത്തോട് സ്നേഹം തിരിച്ചു കൊടുക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ നാം കടപ്പെട്ടവരാണ് കേട്ടോ. ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താ? ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. കർത്താവിൻ്റെ കൽപ്പനകൾ ഒന്നൊന്നായി അനുസരിക്കുന്നെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ നിൽക്കാതെ വേഗത്തിൽ മുന്നോട്ട് വരട്ടെ. ആ ജനത്തെ നോക്കിക്കൊണ്ട്, അത് ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ യഹൂദ ജനത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്ന ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ഇന്ന് ചിന്തിക്കാം. 6-ാം വാക്യത്തിൽ, മലാക്കിയുടെ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം അവരോട് പറയുന്ന, ദൈവം പരിഭവത്തോടെ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 6-ാം വാക്യം, മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതാ അല്ലോ. അതൊരു സർവസാധാരണമായ ഒരു കാര്യമാണ്. മകൻ അപ്പനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അന്യായമാണ്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിന്, അത് അന്യായമല്ലോ. അങ്ങനെയാണ് പറഞ്ഞത്. ന്യായമാണ്, ന്യായമായ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? മകൻ അപ്പനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്, യജമാനനെ ദാസൻ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അത് സർവ്വസാധാരണവും വളരെ ന്യായോചിതവുമായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ദൈവം അവരോട് ചോദിക്കുക, ഞാൻ അപ്പനെയാണ് എന്ന് ചിന്തിക്കുക. നിങ്ങളങ്ങനെ കരുതുമെങ്കിൽ, അങ്ങനെ അവർ കരുതുന്നുണ്ടോ? നോക്കിയേ, 2-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിക്കാം. 10-ാം വാക്യം. അവർ പറയുന്നത്, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. അപ്പോൾ അവർ പറയുന്നത് ദൈവത്തെ പിതാവെന്നാണ്. ദൈവം ചോദിക്കുകയാണ്, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഇനി ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? ഇതാരോടാ ചോദിക്കുന്നതെന്നറിയാമോ? ഇസ്രായേലിലെ എല്ലാവരോടും അല്ല, ഒരു പ്രത്യേക കൂട്ടത്തെ അവിടെ ഫോക്കസ് ചെയ്തിട്ട് ദൈവം ചോദിക്കുകയാണ്, എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. ഇസ്രായേലിൽ ആ ജനത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തേണ്ടിയ, ആ ജനത്തിന് ദൈവിക ഉപദേശങ്ങൾ പകർന്നു കൊടുക്കേണ്ടതായിരിക്കുന്ന പുരോഹിത ശ്രേഷ്ഠന്മാരോടാ ചോദിക്കുന്നത്. അവരെക്കുറിച്ച് അവരോടത് ചോദിക്കുമ്പോൾ തന്നെ അവരുടെ ഭാഗത്ത് വന്ന വീഴ്ചയെ അവിടെ എടുത്തു പറയുന്നുണ്ട്. എന്താ വീഴ്ച? എന്താ വീഴ്ച? നോക്കിക്കേ, സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരോട്. ദൈവത്തിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നവർ സാധാരണക്കാരല്ല. ഇസ്രായേലിലെ സാധാരണക്കാരെയല്ല ഇവിടെ പറയുന്നത്. അവരുടെ നേതൃസ്ഥാനത്തിലുള്ള
ദൈവിക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന, ദൈവത്തോട് മനുഷ്യനെ അടുപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് പൗരോഹിത്യ ശുശ്രൂഷ നിൽക്കുന്നത്. ആ പുരോഹിതന്മാർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ നാമത്തെ തുച്ഛീകരിക്കുകയാണ്. ഇതെന്തിനാ നമ്മൾ ഇപ്പോ വായിക്കുന്നത്? അതും നാമം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മളാരാ? നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായിരിക്കുന്ന പൗരോഹിത്യത്തെക്കാൾ ഇന്ന് നാം വന്നെത്തിയിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് അത്യന്തം ശ്രേഷ്ഠമാണ്. ഒരു കാര്യം ഞാൻ അത് തെളിയിക്കാനായിട്ട് പറയാം, ഒത്തിരി കാര്യങ്ങൾ പറയാമെങ്കിൽ പോലും ദൈവിക സാന്നിധ്യത്തിലേക്ക്, അതായത് ദൈവത്തിന്റെ സാന്നിധ്യം അധിവസിച്ചിരുന്നത് എവിടെയാ? ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിൽ, അതിവിശുദ്ധ സ്ഥലത്ത്, ആ കൃപാസനത്തിങ്കലാണ്. അവിടേക്ക് ആരാ കടന്നു പോയിക്കൊണ്ടിരുന്നത്? പഴയമത്തെ കുറിച്ച് പറയുന്നത് മഹാപുരോഹിതൻ മാത്രമാണ് പോകാറുള്ളൂ. എന്നൊക്കെയാ പോകുന്നത്? ആണ്ടിലൊരിക്കൽ. നോക്കുക, പുരോഹിതന്മാർക്ക് കടന്നു പോകാൻ പറ്റുകയില്ല. ആ മഹാപുരോഹിതന് മാത്രം കടന്നു ചെല്ലാകുന്ന ആ കൃപാസനത്തിങ്കിലേക്ക് ഇന്ന് നമുക്ക് ധാരാളമായ പ്രവേശനം കിട്ടിയിരിക്കുക. ആ വാക്യം ഒന്ന് പറഞ്ഞേ. അതുകൊണ്ട് റെഫറൻസ് ഏതാ? എബ്രായർ 4:16. അതുകൊണ്ട് തത്സമയത്ത് കൃപ പ്രാപിപ്പാൻ, കരുണ ലഭിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് കയറി ചെല്ലുക, കടന്നു ചെല്ലുക. അതിനുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചിരിക്കുക. നാം പഴയ നിയമ മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠന്മാരാണ്. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. നമുക്കുള്ള മഹാപുരോഹിതൻ എങ്ങനെയുള്ളവനാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ എബ്രായ ലേഖനം ഒന്ന് വായിച്ചാൽ മതി. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും യാഗമർപ്പിക്കുവാൻ ആവശ്യമില്ലാത്തവൻ. അവൻ ആരാ? നമ്മുടെ കർത്താവ്. നാം ശ്രേഷ്ഠമായ പൗരോഹിത്യം പ്രാപിച്ചവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കീഴിൽ നാം രാജകീയ പുരോഹിത വർഗമാണ്. യഹൂദ ജനത്തിലെ പൗരോഹിത്യം ചെയ്തിരുന്ന പുരോഹിതന്മാരെ കുറിച്ച് ദൈവം അധിക്ഷേപിച്ച് പറയുക, ദൈവത്തിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എന്നോടുള്ള ബഹുമാനവും എന്നോടുള്ള ഭക്തിയും എവിടെ? കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഈ ജനത്തിന്റെ ഭക്തി പോകത്തക്കവണ്ണം ആ ജനത്തിന്റെ നേതൃനിരയിൽ നിന്നുകൊണ്ട് അവരെ ഏറ്റവും ദുഷിച്ച ജീവിതത്തിലേക്ക് തള്ളിക്കളഞ്ഞത് മറ്റാരുമായിരുന്നില്ല, ഈ പുരോഹിതന്മാരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ മറ്റാരേക്കാളും ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന് പുരോഹിത വർഗമാക്കി ഈ ഭൂമിയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാനും സുവിശേഷം അറിയിക്കുവാനും വേണ്ടിയിട്ടാണ്. സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ച് റോമാലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ ഒന്ന് സന്ദർഭവശാലൊന്ന് വായിക്കാൻ റോമാലേഖനം 15-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യം, അതിൻ്റെ 15-ാം വാക്യം. അവിടെ നാം വായിക്കുന്നത് എന്താ? വിശുദ്ധീകരിക്കപ്പെട്ടു മതി. ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം എങ്ങനെ അനുഷ്ഠിച്ചു എന്നാ പറഞ്ഞ? പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട്. അപ്പൊ പുരോഹിതന്മാരുടെ ശുശ്രൂഷയാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ആരാ പുരോഹിതന്മാര്? പുതിയ നിയമത്തിൽ ആരാ പുരോഹിതന്മാര്?
സഹോദരനാണോ സഹോദരിയാണോ? സഹോദരിയും സഹോദരനും ക്രിസ്തുവിൽ പുരോഹിതവർഗമാണ്. അപ്പൊ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമാണ് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തു പങ്കാണ് നമുക്കുള്ളത്? നാം ദൈവത്തോട് എടുത്ത പ്രതിജ്ഞയിൽ നാം ദൈവത്തോട് നിറവേറ്റേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. എന്താ പ്രതിജ്ഞ ചെയ്ത്? യേശു ക്രിസ്തുവുമായിട്ട് നമ്മൾ ചെയ്ത പ്രതിജ്ഞ എന്താ? ഉടമ്പടി എന്താ? ഇവിടെ ശ്രദ്ധിക്കുക. യേശുവിനെ കർത്താവെന്നാണ് നാം പ്രതിജ്ഞ ചെയ്തത്. ഒരു മനുഷ്യനെയല്ല, സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരെയല്ല കർത്താവാക്കേണ്ടത്. ഭർത്താവിനെയല്ല, ഭാര്യയല്ല, മക്കളെയല്ല, മാതാപിതാക്കന്മാരെയല്ല. നാം പ്രതിജ്ഞ ചെയ്ത് യേശുവിനെ മാത്രം കർത്താവായിട്ടാണ്. യേശു എന്ത് പറഞ്ഞാലും അനുസരിക്കാമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മളും ചെയ്യുന്നത് എന്താ? ദൈവത്തിൻ്റെ നാമത്തെ, ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന ആ ആക്ഷേപം തന്നെ നമ്മെ കുറിച്ച് പറയേണ്ടി വരും. എന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ, നിങ്ങളോട് ചോദിക്കുന്നു, എന്നോടുള്ള ഭക്തി എവിടെ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലേക്ക് വന്ന് ദൈവത്തെ ആരാധിച്ച് ഇപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നാം എത്ര ഭക്തിയോടെയാണ് ഇവിടെ കടന്നു വന്നത്? നാം പാടിയ ഒരു പാട്ടിൽ ഇങ്ങനെയുണ്ട്: ആരാധന സമയം അത്യന്ത ഭക്തിമയം. ആരാധന സമയം അത്യന്ത ഭക്തിമയം. അപ്പോൾ വളരെ ഭക്തിയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് വരികയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. ഈ 2 മണിക്കൂർ മാത്രം മതി. അപ്പം ഭക്തി എന്ന് പറയുന്നത് ചില സമയത്തേക്ക് എടുത്ത് മുഖത്ത് വയ്ക്കാനുള്ളതല്ല. അതിന് കപടഭക്തി എന്നാ പറയുന്നത്. അതിന് കപടഭക്തി എന്നാ പറയുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും ദൈവഭക്തി കാത്തു സൂക്ഷിക്കുവാൻ ഒരു ഭക്തന് ആവശ്യമായിട്ടുണ്ട്. കർത്താവിനോടുള്ള ഭക്തി എവിടെ? ദൈവത്തോടുള്ള ബഹുമാനം എവിടെ? 2-3 പേർ എൻ്റെ നാമത്തെ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് കർത്താവ് പറഞ്ഞല്ലോ. അപ്പൊ കർത്താവ് ഇവിടെ വന്ന്, കർത്താവിൻ്റെ സാന്നിധ്യം വന്നതിന് ശേഷം എത്രയോ വൈകിയ നമ്മൾ വരുന്നത്. ലോകത്തിലെ VIP-കളൊക്കെ വരുന്നത് എപ്പോഴാണ്? പറഞ്ഞ സമയമൊക്കെ തെറ്റി എല്ലാവരും ഒക്കെ വന്ന് കാത്തിരുന്ന് കഴിയുമ്പോഴാണ് വരുന്നത്. കർത്താവ് അങ്ങനെയല്ല. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞായറാഴ്ച ദൈവസന്നിധിയിൽ ആരാധിക്കാനായിട്ട് ഞാനും നിങ്ങളും കടന്നു വരുന്നതെന്നുള്ള ബോധം സഹോദരന്മാർ നമുക്ക് ആവശ്യമാണ്. വേർപെട്ട സമൂഹത്തിൽ എല്ലായിടത്തും അങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് പോയി സൺഡേ സ്കൂളും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വിടുമായിരുന്നു. മിക്കവാറും അങ്ങനെയാണ് ചെയ്തിരുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് സമാധാനത്തോടെ ഭക്തിയോടെ ആരാധിക്കുവാൻ വേണ്ടി അങ്ങനെ ചെയ്തിരുന്നത് അത് അത്ര 100% ശരിയാണെന്ന് ഞാൻ പറയല്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് അവർ കണ്ടെത്തിയിരുന്നത് അതാണ്. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അതിന് ആവോളം ഭക്തി നൽകുവാൻ, ഭയം നൽകുവാൻ വേണ്ടി അങ്ങനെ ചെയ്തു. നീ സ്നേഹിക്കുന്ന നിന്റെ അവിടെ സംസാരിക്കുന്നത് ആരാ? ഇവിടെ നോക്കിയിരിക്കും. ഓക്കെ. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ, ഇവിടെ നോക്കൂ. അവിടേക്ക് ആരും നോക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ഏകജാതനെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ കൊണ്ടുപോയി എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. രാവിലെ അബ്രഹാം തൻ്റെ മകനുമായിട്ട് പുറപ്പെടുകയാണ്. ദൂരെ നിന്ന് ആ സ്ഥലം കണ്ടപ്പോൾ കഴുതകളെയും ബാല്യക്കാരും ഒക്കെ അവിടെ വെച്ചിട്ടാണ് അവർ ആരാധനയ്ക്ക് കടന്നുപോയത്. എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല.
അതുകൊണ്ട് നാളെ മുതൽ കുഞ്ഞുങ്ങളെ വീട്ടിലിട്ടിട്ട് വന്നാൽ എന്നല്ല ആദേശം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ അലങ്കോലം വരുവാൻ തക്കവണ്ണം ഇടയാകാതെ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ തന്നെയും സൂക്ഷിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആരാധന സമയത്ത് എത്ര പേരാണ് ലൈവിലായിരിക്കുന്നത്? എത്ര പേരാണ് ഇത് നോക്കുന്നത്? ഓർക്കുക, ജാലകങ്ങളെല്ലാം അടച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? കർത്താവിനോട് പ്രാർത്ഥിക്കാനെന്ന് യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു. ഇന്ന് ഒത്തിരി ജാലകങ്ങളുണ്ട്, ഒത്തിരി വാതിലുകളുണ്ട്. അതൊക്കെ അടച്ചിട്ട് വേണം നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ. നാം സ്വയം തീരുമാനിക്കാതെ മറ്റാരും അത് ചിന്തിച്ചിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അല്ല എങ്കിൽ നാം എന്ത് ചെയ്യാം? ദൈവത്തിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുക. അതുകൊണ്ട് സ്വയം ഒന്ന് പരിശോധിക്കുക. അടുത്തിരിക്കുന്ന ആളെ കുറിച്ചൊന്നും വിലയിരുത്തണ്ട കേട്ടോ. അതൊക്കെ അവരവർ ചെയ്തോളും. അത് അവരവരുടെ ഡ്യൂട്ടിയാ. നമ്മളെ അതൊന്നും ഏൽപ്പിച്ചിട്ടില്ല, കർത്താവ് ചെയ്തോളും. ഞാൻ പറയട്ടെ, ദൈവത്തെ തുച്ഛീകരിക്കുന്ന, ദൈവത്തിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന ഒരു പ്രവൃത്തി ആരാധന യോഗത്തിൽ വന്നിട്ടോ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടോ ഞാൻ ചെയ്തുകൂടാ എന്നുള്ളത് തിരിച്ചറിവിന് വേണ്ടി ഞാൻ പറയുക. ഇസ്രായേലിലെ പുരോഹിതന്മാരെ നിശിതമായി കർത്താവ് വിമർശിച്ചുകൊണ്ട് പറയുക, എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്നോടുള്ള ബഹുമാനവും ഭക്തി എവിടെ? ഇവര് മിടുക്കന്മാരാണ് കേട്ടോ. മഹത്വം നോക്കി ദൈവം ചോദിച്ചിട്ട് ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന മനുഷ്യ നീ ആരെന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. അവരോട് പ്രത്യുത്തരം ചോദിക്കുകയാണ്. അവരുടെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം എന്താ? അതിന് നിങ്ങൾ, 6-ാം വാക്യത്തിന്റെ ഒടുവിൽ, അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ദൈവം പറയുന്നു, ദൈവത്തിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്നു. പക്ഷേ അവര് തിരിച്ചു ചോദിക്കുകയാണ്, ഏതിനാലാണ് ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിൽ പീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ വരുമ്പോൾ അവർ ദൈവത്തിൻ്റെ യാഗപീഠത്തിന്മേൽ അർപ്പിക്കുന്ന ആ യാഗഭോജനം എന്ന് പറയുന്നത് എന്താ? മലിനഭോജനമാണ്. യാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇസ്രായേൽ മക്കൾ കരുതേണ്ടതായിരിക്കുന്ന വസ്തുനിഷ്ഠമായിരിക്കുന്ന അനേക പ്രമാണങ്ങൾ ഈ പുസ്തകത്തിൽ അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ഊനമുള്ളതിനെ അർപ്പിച്ചുകൂടാ, യാതൊരു ഊനവും പാടില്ല. വീണ്ടെടുപ്പിനായി പെസഹ കുഞ്ഞാടിനെ തെരഞ്ഞെടുത്തപ്പോൾ നിർദ്ദേശങ്ങൾ വളരെ വ്യക്തമായിരുന്നു. ഊനമില്ലാത്ത 1 വയസ്സുള്ള ആണാടിനെ വേണം യാഗമർപ്പിക്കുവാനായിട്ട്. അതിന് ഒരു 3.5 ദിവസം, 10-ാം തീയതി മുതൽ 14-ാം തീയതി വൈകുന്നേരം വരെ ഏകദേശം 3 ദിവസത്തിൽ കൂടുതൽ ആ ആടിനെ സസൂക്ഷ്മം പരിശോധിച്ച് ഊനമില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മുടെ കർത്താവിൻ്റെ നിഴലാണ്. കർത്താവിൽ ഊനമില്ല എന്നുള്ളത് തെളിയിക്കാൻ 3.5 വർഷം ഈ ലോകത്തിൽ അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. അവനെ പരിശോധിച്ചവരെല്ലാവരും ഒരേ ശ്വാസത്തിൽ പറഞ്ഞു, അവനിലൊരു കുറ്റവുമില്ല, അവൻ നിർമ്മലനാണ്, അവനൊരു പാപവും ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, യാഗങ്ങളൊക്കെ നിഴലായിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ യാഗത്തിലേക്കാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന ആ യാഗത്തിന്റെ നിഴലുകളാണ് എല്ലാ യാഗങ്ങളും. അതുകൊണ്ട് യാഗവസ്തു എപ്പോഴും എങ്ങനെയായിരിക്കണം ബാബുസൂര? ഊനമില്ലാത്തതായിരിക്കണം, കുറവില്ലാത്തതായിരിക്കണം.
വളരെ വ്യക്തമായി പ്രമാണങ്ങളുണ്ട്. എന്നാൽ ഇവരെന്താ ചെയ്യുന്നത്? മലിനഭോജനം അർപ്പിക്കുന്നു. നോക്കുക, നമുക്ക് വായിക്കാം. മൂന്നാമതൊരു ചോദ്യം കൂടെ അവർ പറയാ, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. ഏതിനാൽ മലിനമാക്കുന്നു? യഹോവ പറയുകയാണ്, യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. നിങ്ങൾ കണ്ണ് പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല എന്നാണ് ഈ പുരോഹിതന്മാർ ആരോട് പറയുന്നത്? അതുകൊണ്ടുള്ളതായിരിക്കുന്ന ഗുണമെന്ത്? അപ്പൊ ഏതിനെയും കൊണ്ടുവന്ന് യാഗം അർപ്പിക്കാം. വളർത്താൻ കൊള്ളാത്തതിനെ, വിൽക്കാൻ കൊള്ളാത്തതിനെ, അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതിനെയൊക്കെ ഇപ്പൊ അത് ചെലവായി പോകുന്ന എവിടെയാണ്? യാഗപീഠത്തിലാണ്. നിന്റെ ദൈവത്തിന്റെ യാഗപീഠം മലിനമാക്കരുത്. മലിനമാക്കുന്നത് ശിക്ഷായോഗ്യമാണ്. ഈ അധ്യായത്തിന്റെ ഒടുവിലേക്കൊന്ന് വന്നേ. അവിടെ നാം വായിക്കുന്ന 14-ാം വാക്യം. എന്നാൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആൺ ഉണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥാനത്ത് അതിനു വേണ്ട ഭയഭക്തിയോടുകൂടെ നാം ജീവിച്ചില്ലെങ്കിൽ, എൻ്റെ പൊന്നു സഹോദരന്മാരെ ഇവിടെ പറയുകയാണ്. എന്താ പറയുന്നത്? അവൻ ആരാ? ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നതിനും മുമ്പൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന വഞ്ചകൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം ഇത്ര പ്രാധാന്യം ആരാധനയ്ക്ക് കൊടുക്കുന്നുണ്ടോ? നാം ഭയപ്പെടുവാനായിട്ട് ആവശ്യമുണ്ട്. ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ. എന്നിട്ട് ദൈവം പറയുക, അവരോട് പറയുക, ഞാൻ മഹാരാജാവല്ലോ, ഞാൻ മഹാരാജാവല്ലോ, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു. ജാതികൾ കേട്ട് വിറയ്ക്കുവാൻ മതിയായ കാര്യങ്ങളാണ് ഈ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്തിട്ടുള്ളത്. ഈ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ 40 വർഷം നടത്തി അവരെ പരിപാലിച്ച വിധങ്ങൾ ചുറ്റുമുള്ളതായിരിക്കുന്ന ദേശം നോക്കി അവരെ ഭയപ്പെട്ടു. അവരുടെ ദൈവത്തെ ജാതികൾ ഭയപ്പെട്ടു. കാരണം യഹോവയായ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? അവൻ മഹാരാജാവ്. ആ അനുഗ്രഹീതമായിരിക്കുന്ന ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയാതെ ദൈവത്തെ ആരാധിക്കുന്നതിൽ അവർ വളരെ വളരെ പിന്നാക്കം പോയി എന്ന് മാത്രമല്ല, ദൈവത്തെ ആരാധിക്കാതെ വണ്ണം ദൈവത്തിന്റെ ആലയത്തിലേക്കുള്ള വാതിലുകൾ അടച്ചു കളഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ദൈവം പറയുകയാണ്. നോക്കുക, 9 വാക്യങ്ങൾ ഞാൻ വായിക്കുക. 10-ാം വാക്യം അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അർഹിക്കുന്ന ബഹുമാനവും ഭക്തിയും നാം കൊടുക്കുന്നില്ല എന്ന് വന്നാൽ നാം അധരചർവണം ചെയ്യുന്നത് വ്യർത്ഥമാണ്. ദൈവം നമ്മുടെ ആരാധന സ്വീകരിക്കുകയും. കോവിഡ് വന്ന കാലത്ത് ഈ വാക്യമൊക്കെ ചിലരൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു മാനസാന്തരം ആവശ്യമാണ്. ഒരു മടങ്ങി വരവ് അനിവാര്യമാണ്.
ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഭയത്തോടും ഭക്തിയോടും കൂടെ വരുവാൻ കഴിയുമോ? രാവിലെ 6 മണിക്ക് കത്തോലിക്ക ദേവാലയത്തിൽ ചെല്ലണമെന്ന് പറഞ്ഞാൽ അവരിലാരും വൈകിയില്ല. പക്ഷേ വിശ്വാസികളുടെ രക്ഷ നഷ്ടപ്പെടാത്തത് കൊണ്ട് അവര് വൈകിയേ വരും. 8:30 എന്നുള്ളത് 9 ആക്കാം എന്ന് വെച്ചാൽ 9:15 വരും. ഞാനിതൊക്കെ പറഞ്ഞ ദൈവം എന്നെ ശിക്ഷിച്ചോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഭയഭക്തിയോടെ വരണം. 8:30 മുമ്പ് 5 മിനിറ്റ് മുമ്പ് ഇവിടെ ധ്യാനിച്ചിരുന്ന ആരാധന ആരംഭിക്കുവാനായിട്ട് ആ നിലയിൽ നിങ്ങൾ കാര്യങ്ങളെ ക്രമീകരിക്കുക. കണക്ക് കൂട്ടുക. ഞാൻ താമസിക്കുന്ന സ്ഥലവും ആരാധന സ്ഥലവും തമ്മിലുള്ള ദൈർഘ്യം, ഞാൻ അവിടേക്ക് പോകുന്നതിനുള്ള മാർഗം, അതെല്ലാം മുന്നമേ ക്രമീകരിക്കണം. 10 മിനിറ്റ് മുമ്പ് വന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കടന്നു ചെയ്യാം. 9-ാം വാക്യം. 9-ാം വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചു കൊള്ളുവീൻ. പുരോഹിതന്മാരോട് പറയുക, ദൈവം കൃപ കാണിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ദൈവത്തെ പ്രസാദിപ്പിക്കണം. തല കുമ്പിട്ട് നിൽക്കുന്നവരൊക്കെ എന്നെ ഒന്ന് നോക്കിക്കേ. ധ്യാനിക്കുന്നവർ ദൈവപ്രസാദം ലഭിക്കത്തക്കവണ്ണം ഇവിടെ പറയുന്നത് എന്താ? ദൈവം നമ്മിൽ പ്രസാദിച്ച് കൃപ കാണിക്കുവാൻ തക്കവണ്ണം നാം ജാഗ്രത പുലർത്തുവാനായിട്ട് ആവശ്യമുണ്ട്. ഈ ജനത്തെക്കുറിച്ച്, ഈ ജനത്തെ ശപിക്കുവാൻ ബാലാക്ക് പണം കൊടുത്ത് ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. അവന്റെ പേരെന്താ? ബിലയാം. ബിലയാം ഈ കൂട്ടത്തെ, ഈ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ നോക്കിയപ്പോൾ അവന് ശപിക്കുവാൻ കഴിഞ്ഞില്ല. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ബാലാക്കിന് ഇഷ്ടപ്പെട്ടില്ല. നീ നിൽക്കുന്ന സ്ഥലം ശരിക്ക് കാണാൻ പറ്റുന്നില്ല. മാറ്റി മാറ്റി പലയിടത്ത് നിന്നുകൊണ്ടും അവൻ ബാലാക്ക് ബിലയാമിനെ കൊണ്ട് ഈ ജനത്തെ നോക്കിയിട്ടും ബിലയാം എപ്പോഴും പറയുന്നത് എന്താ? ദൈവം ശപിക്കാത്ത ജനത്തെ ശപിക്കുവാൻ എനിക്ക് കഴിയില്ല. ബാലാക്ക് എന്റെ ഭവനം നിറച്ച് പണം തന്നാലും ഞാൻ ഈ ജനത്തെ ശപിക്കുകയില്ല. കാരണം ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹീത ജനമാണ്. അത് ചുറ്റും പാർക്കുന്ന ജനത്തിന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, അത് സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയില്ല. കനാൻ ദേശത്ത് വന്നപ്പോൾ അവർ പരസംഗം ചെയ്തു. അവരെ വീണ്ടും ബാബേലിലേക്ക് പ്രവസിപ്പിച്ചു. അവിടെ നിന്ന് ഇപ്പോൾ മടക്കി വരുത്തിയിരിക്കുകയാ. ചില നാളുകൾ കഴിഞ്ഞു, അവർ പഴയതുപോലെ വീണ്ടുമായി. ദൈവത്തോടുള്ള ഭയം തീർന്നു. അവരുടെ ആരാധനയിൽ മലിനത വന്നു ചേർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറന്നു പോകരുത്. ആ ജനത്തെ ശപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഈ ബിലയാമുണ്ടല്ലോ, അവസാനം ബാലാക്കിനൊരു ഉപദേശം കൊടുത്തിട്ടാ പോയത്. ഒരു കാര്യം നീ കണ്ടോളൂ, ഈ ജനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, ഈ ജനത്തെ നശിപ്പിക്കുവാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആ ജനത്തിന്റെ ഇടയിലേക്ക് അന്യജാതി സമ്മിശ്ര ജാതിയാക്കി ഇവരെ തീർത്താൽ വൈവാഹിക ബന്ധത്തിലൂടെ ഈ ജനത്തെ നശിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഉപദേശം കൊടുത്തു. അതാണ് ഈ ഇസ്രായേലിനെ ഇന്നയോളം നശിപ്പിച്ച ചരിത്രം. ഇനി നോക്കുക, 2-ാം അധ്യായത്തിലേക്ക് വന്നാൽ ഈ ജനം വൈവാഹിക ബന്ധത്തിലേക്ക് ജാതികളോട് ഇടകലർന്നു. അത് ബിലയാമിന്റെ ഉപദേശം. പെർഗമോസിലെ സഭയോട് ഒക്കെ പറയുമ്പോൾ നാം വായിക്കുന്നുണ്ട്, അവിടെ ബിലയാമിന്റെ ഉപദേശം വെറുക്കുന്നവരെ കുറിച്ച് വായിക്കുന്നുണ്ട്. ബിലയാമിന്റെ ഉപദേശം പിടിച്ചുകൊള്ളുന്നവരെ കുറിച്ച് വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വൈവാഹിക ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട അതിർവരമ്പുകൾ കടന്നു പോകുന്നതിനെ കുറിച്ചാണ്. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ളതായിരിക്കുന്ന വൈവാഹിക ബന്ധം പാപമാണ്. അത് ചെയ്യുമ്പോൾ, അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്
പുരോഹിതന്മാരെ, നിങ്ങൾ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമയം തീരുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ 2-ാം അധ്യായത്തിൽ നിന്നോ ചില കാര്യങ്ങൾ കൂടെ വേഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2:10 വാക്യം, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലേ അല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? യഹൂദ ദ്രോഹം ചെയ്തു. യഹൂദ എന്ന് പറയുന്നത് ആ ജനത്തെ കുറിച്ചിട്ടാണ്. യഹൂദ ദ്രോഹം ചെയ്തു. ഇസ്രയേലിലും യെരൂശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. യഹൂദ എന്ന് പറഞ്ഞ ഒരാൾ ചെയ്ത കാര്യമല്ല, ആ ജനത്തിൽ പലരും, ആ ജനത്തിൽ അധിക പങ്കാളികളും അന്യജാതിയിലേക്ക് വൈവാഹിക ബന്ധത്തിനായി കടന്നുപോയി. സ്വജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചതായിരിക്കുന്ന ആ ഭാര്യമാരെ ഉപേക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നിസ്സാര കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വന്നു. അതുകൊണ്ടാണ് ഉപേക്ഷണം വെറുക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് ഇവിടെ പറയുന്നത്. ഞാനതൊന്ന് വായിച്ച് അവസാനിപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് 13 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യസാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും ധർമ്മഭഗ്നിയുമല്ലോ. വിവാഹമോചനം ദൈവം അനുവദിച്ചിട്ടില്ല. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് മോശെ അനുവദിച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ്. ക്ഷമിക്കപ്പെടാൻ പറ്റാത്ത ഒരു പാപവുമില്ല എന്നുള്ളത് നാം തിരിച്ചറിയുവാനായിട്ട് ആവശ്യമുണ്ട്. കാരണം നമ്മോട് ക്ഷമിച്ചത് കർത്താവ് എന്നല്ല ക്ഷമിച്ചത്. ദുഷ്ടന്മാരും നീചന്മാരും പാപികളും പാപത്തിന്റെ ശിക്ഷയായിരിക്കും നരകത്തിന് അടിമകളായിരുന്ന നമ്മോട് ക്ഷമിച്ചെങ്കിൽ നാമും കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ ആ ഒരു പ്രമാണം സൂക്ഷിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കാം. ഒരു ഭാര്യയെയും ഉപേക്ഷിക്കുവാനായിട്ട് ഒരു പ്രമാണവും അനുവദിക്കുന്നില്ല, കർത്താവ് സമ്മതിക്കുന്നില്ല. കാരണം അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മഭഗ്നിയുമല്ലോ. ലേശം പോലും 15 വാക്യം, ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കാര്യം ചെയ്യുന്നത് സുബോധം നഷ്ടപ്പെടുമ്പോഴാണെന്ന് ചുരുക്കം. ഇവിടെ എന്താ പറയുന്നത്? ലേശം പോലും സുബോധം ശേഷിച്ചിരിക്കുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ സുബോധം നഷ്ടപ്പെടുകയാണ് അങ്ങനെയുള്ളവർക്ക് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ആ ഒരുത്തൻ എന്ത് ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ, തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. അത് ചെയ്യുന്നവൻ തൻ്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവാലയത്തിലേക്ക് വന്ന് ദൈവാരാധന അശുദ്ധമാക്കുന്നു, മലിനമാക്കുന്നു. കുടുംബത്തിൽ ചിത്രം നടത്തുന്നു. എന്ത് ജനമാണ്! ഇനി അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്? പുതിയ നിയമ കാലഘട്ടത്തിൽ നടക്കുന്നത് അത് തന്നെയല്ലേ? നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ, ദൈവസന്നിധിയിൽ മേശയുടെ ചുറ്റുമിരിക്കുമ്പോൾ, അത് ഏറ്റവും അനുഗ്രഹീതമായ ദൈവിക സാന്നിധ്യത്തിൻ്റെയും ദൈവിക ആരാധനയുടെയും നിമിഷങ്ങളാണ്. ഒരു പാട്ടിൻ്റെ ഒരു അടി എൻ്റെ മനസ്സിലേക്ക് വന്നു, ഞാനതൊന്ന്
വായിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. 800-ാമത്തെ പാട്ടാണ്. അതിൻ്റെ 3-ാമത്തെ അടി ഇങ്ങനെയാണ്: ഭക്തരുടെ യോഗം എനിക്കിമ്പം, അത് ശക്തിയേറും ദൈവത്തിൻ കുടുംബം, അതിൽ കർത്തൃമേശയോടണയും നേരമുള്ളിൽ നിന്നൊഴിഞ്ഞു പോകും സർവ തുള്ളും. പ്രിയപ്പെട്ടവരെ, ഒരാഴ്ച ജീവിതത്തിൻ്റെ തിരക്കിൽപ്പെട്ട് വളരെ കഷ്ടത നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ നിന്ന് ദൈവഭയത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് വന്ന് ദൈവത്തെ ഭക്തിയോടും ഭയത്തോടും കൂടെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ, ആ ദൈവിക കുടുംബത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് സർവ്വ തുമ്പവും ഒഴിഞ്ഞു പോകും. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഓരോ ദിവസവും ദൈവത്തെ ആരാധിച്ച് ഇവിടെ നിന്ന് അങ്ങ് കടന്നു പോകുമ്പോൾ എത്ര ആശ്വാസമാണ്, എത്ര സന്തോഷമാണ്. നാം ദൈവത്തോട് കൂടുതൽ അടുത്ത് വരികയാണ്. ദൈവിക കൃപകളെ ധാരാളമായിട്ട് അനുഭവിക്കുന്നുവെങ്കിൽ ദൈവം വാസ്തവമായി നമ്മിൽ പ്രസാദിക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ധാരാളമായി ചൊരിയും. അവൻ നിങ്ങളോട് കൃപ കാണിക്കുമാറ് നിങ്ങൾ അവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആരാധനയിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഏതേത് കാര്യങ്ങളാണ് നീക്കേണ്ടത്, വ്യക്തിപരമായ ജീവിതത്തിൽ ഏതേത് കാര്യങ്ങളാണ് നീക്കേണ്ടത്, സൂക്ഷിച്ച് മനസ്സിലാക്കി ദൈവത്തെ ഭയപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ മഹത്വം കൊടുക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ, കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വേണ്ടത് ചെയ്യുവാൻ, മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമായി അത് നിറവേറ്റുവാൻ, സമൂഹത്തിൽ ഒരു കുടുംബത്തിൻ്റെയും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അതെല്ലാം സൂക്ഷിച്ച് കണ്ട് നമുക്ക് ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മെ കേൾപ്പിച്ച ദൈവവചനത്തോട് നമുക്ക് അനുസരണ മനോഭാവം പുലർത്താം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.